നീയല്ലേ ആള്, എന്തും ചെയ്യല്ലോ. എന്നാലേ അതിന് തന്നെയാ വന്നത്. പക്ഷേ അതിന് പറ്റിയ സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? സിദ്ധുവിന്റെ മനസ്സിനകത്ത് തന്നെ അതങ്ങ് കുഴിച്ചിട്ടു. അതുകൊണ്ടായിരിക്കും എപ്പോഴും നിന്റെ പുറകെ ഇങ്ങനെ സിദ്ധുയുടെ മണത്ത് നടക്കുന്നെ. അതെ, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം നീ മനസ്സിലാക്കിയത് എന്താന്ന് പറ. എന്നല്ലേ നടക്കോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റൂ. സിദ്ധുവേട്ടനായിട്ടുള്ള നിന്റെ കല്യാണം തന്നെയാ ഉദ്ദേശിച്ചേ. ഒരു കാരണവശാലും അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. ഇപ്പോ ഈ നിമിഷം സിദ്ധു എന്റെ കഴുത്തിൽ താലി കെട്ടും. കാണണോ നിനക്ക്? അതെങ്ങനെ പറ്റും? ഞാനല്ലേ സിദ്ധുവിന്റെ ഭാര്യ. എന്നെ ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ലെങ്കിലോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ കൊണ്ടുവരുമോ? ഒരിക്കലും അതിന് പറ്റില്ല. നീ അതിന് തയ്യാറാവില്ല. എന്താ തയ്യാറായാല്? ഞാനേ ഒരു വക്കീല. നിയമം കുറെയൊക്കെ എനിക്കും അറിയാം. മറ്റൊരാളെ കല്യാണം കഴിച്ചൊരു വ്യക്തിക്ക് ആ ബന്ധം നിയമപരമായി വേർപെടുത്താതെ വേറൊരാളെ കെട്ടാൻ പറ്റില്ല. കെട്ടിയാലും ആ വിവാഹം അസാധുവായിരിക്കും. ഓ, അപ്പൊ നിയമമൊക്കെ അറിയാല്ലേ? മിടുക്കിയാണല്ലോ നീ. ഇനിയിപ്പൊ അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വെക്കാം. നിന്നെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ സിദ്ധുവിനെ അങ്ങ് കെട്ടി. എന്ത് സംഭവിക്കും? എന്നെ തൂക്കിക്കൊല്ലോ? എനിക്ക് പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും. നിനക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ? അതിന് നിനക്ക് പരാതി ഇല്ലല്ലോ. എന്നാരും പറഞ്ഞു? ആര് പറഞ്ഞു നിനക്കറിയണോ? എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല ചന്ദ്രൻ. ഒരു ദിവസം എന്തായാലും പിടിക്കപ്പെടും. നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വിനയത്തോടെ നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ചവിട്ടി ഇറക്കും ഞാൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്.